ഒരു കോള് വരുന്നുണ്ട്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അന്തിമഘട്ടത്തിലേക്ക്. ഒരു പണിവാളിയെ പോലെ തോന്നണ്ടാ. ഇത്തവണ നീ രക്ഷപ്പെടുവോ? ഇത്തവണ ഞാൻ കര കയറുമോ? അന്വേഷണ സംഘത്തലവൻ ബൈജു പൗലോസിന്റെ വിസ്താരം പൂർത്തിയായി. 109 ദിവസമാണ് ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. അപ്പൊ ഇയാളുടെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമായി. ഇനി വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം വിധിന്യായം. അല്ലേ? അണ്ണന്റെ ബെസ്റ്റ് ടൈമിലാണോ കിട്ടുകയാണെങ്കിൽ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുണ്ടെന്ന് കേട്ടുള്ളത്. സത്യം. ടെൻഷൻ എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ, രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗ കേസ് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വേണ്ടാത്ത പണിയായി പോയി. ഏറ്റവും ഒടുവിൽ ജനുവരി 4 തുടങ്ങിയ അന്വേഷണ സംഘത്തലവൻ ബൈജു പോലീസിന്റെ വിചാരണയാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. ഹലോ, ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. കൊടുത്ത കൊല്ലത്തും കിട്ടും. ഏതായാലും വിചാരണ നീണ്ടുപോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വരണ്ടാന്ന്. വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തുടർ നടപടികൾ എന്താകും, വിധിന്യായം എപ്പോഴത്തേക്കായിരിക്കും എന്നൊരു ആകാംക്ഷയാണ് കേരളത്തിനാകെയുള്ളത്. വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാൻ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ ഏട്ടാ? ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. പിന്നെന്താ? എന്താ നീ എന്താ പറഞ്ഞത്? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.